കോഴിക്കോട് കുറ്റ്യാടിയിലെ ഹാജറയുടെ മരണത്തിൽ മക്കൾ പോലീസിൽ പരാതി നൽകി. ക്യാൻസർ ആണ് എന്ന വിവരം മറച്ചുവെച്ച് ചികിത്സിച്ചെന്നും ചികിത്സകരുടെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നുമാണ് പരാതി. ചികിത്സയുടെ പേരിൽ ഭീമമായ പണം കൈപ്പറ്റിയെന്നും പറയുന്നു. ഷഹീദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഹീദ്, അക്യുപങ്ക്ചർ ചികിത്സയുടെ പേരിൽ ഒരു വ്യക്തിയെ, രോഗിയായ ഒരു വ്യക്തിയെ പട്ടിണിക്കിട്ട് കൊന്നു എന്ന് നമുക്ക് സാമാന്യമായി പറയാം. ഇപ്പോൾ ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, കുറ്റ്യാടി സ്വദേശിയായ ഹാജർ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരിച്ചത്. അക്യുപങ്ക്ചർ ചികിത്സ ഒരു വർഷക്കാലത്തോളം അക്യുപങ്ക്ചർ ചികിത്സ നടത്തി അവസാന ഘട്ടത്തിൽ ക്യാൻസർ മൂർച്ഛിച്ച്, സ്തനാർബുദം മൂർച്ഛിച്ച് അവർ മരിക്കുകയായിരുന്നു. മക്കൾ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കുറ്റ്യാടി പോലീസ് പരാതി നൽകിയിരുന്നു, പക്ഷേ പോലീസ് അത് കാര്യമായി എടുത്തില്ല. പക്ഷേ ഇപ്പോൾ മക്കൾ നേരിട്ട് മൂന്ന് മക്കളാണ് അവർക്കുള്ളത്. മക്കൾ തന്നെ പരാതി നൽകിയിരിക്കുകയാണ്. അതായത് ക്യാൻസർ ആണെന്ന്, സ്തനാർബുദമാണെന്ന് ഈ ചികിത്സിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് ഈ ഹാജറയെ ചികിത്സിക്കുകയായിരുന്നു. ഇവർക്ക് കൃത്യമായ രജിസ്ട്രേഷനോ മെഡിക്കൽ കൗൺസിൽ പ്രകാരമുള്ള രജിസ്ട്രേഷനോ അതിനുള്ള ലൈസൻസോ വിദ്യാഭ്യാസ യോഗ്യതയോ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല. വ്യാജമായ ചികിത്സയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചികിത്സയുടെ പേരിൽ വലിയ തുക, ഭീമമായ തുക തട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് തുടങ്ങി വിശദമായി തങ്ങളുടെ മാതാവ് നേരിട്ടായി ചികിത്സയുടെ പേരിൽ നേരിട്ട കൃത്യമായ നീതി നിഷേധം കൃത്യമായി വിവരിച്ചുകൊണ്ടുള്ള പരാതിയാണ് ഇപ്പോൾ കുറ്റ്യാടി പോലീസിൽ നൽകിയിരിക്കുന്നത്. ഈ അക്യുപങ്ക്ചറിസ്റ്റായ ഒരു ഫെമിന, ഈ പ്രാഥമികമായും കുറ്റ്യാടിയിൽ അവിടെ വെച്ചാണ് ആദ്യമായി ഫെമിന എന്ന അക്യുപങ്ക്ചറിസ്റ്റിനെയാണ് കണ്ടത്. അവിടെയായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. പിന്നീട് കോഴിക്കോടുള്ള ഷുഹൈബ് റിയാലു എന്ന് പറഞ്ഞ മറ്റൊരു അക്യുപങ്ക്ചറിസ്റ്റിന്റെ കീഴിലും ചികിത്സിച്ചു. ഇവരെ രണ്ടുപേരുടെയും പേര് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവം നടന്നു, ഈ മരണം നടന്നു, വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി, പരാതിപ്പെട്ട് എങ്കിൽ പോലും ഇപ്പോഴും ആ അക്യുപങ്ക്ചർ സ്ഥാപനം കുറ്റ്യാടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫെമിനയുടെ പേരിലുള്ള സ്ഥാപനം. അവർ ആ സ്ഥാപനത്തിലില്ല, മറ്റ് ചികിത്സകർ അവിടെയുണ്ട്. അവർ ഇന്നലെയും അവിടെ രോഗികളെ പരിശോധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതിയെ തുടർന്ന് ഇപ്പോൾ കൃത്യമായ നടപടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് വ്യാജമായ രേഖകൾ ഉപയോഗിച്ച് കൃത്യമായ സർട്ടിഫിക്കറ്റ് യോഗ്യതയില്ലാതെ വ്യാജ ചികിത്സ നടത്തി ഒരാളെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് നടപടി എടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ആ പരാതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പോലീസ് ഇനി FIR ഇട്ട് തുടർ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഇനി വേണ്ടത്. ഒപ്പം തന്നെ ഇവർ ഇന്നലെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കാരണം വ്യാപകമായി സംസ്ഥാനത്തുടനീളം ഇങ്ങനെ അക്യുപങ്ക്ചറിന്റെ പേരിൽ വ്യാജ ഡോക്ടർമാർ ഈ രോഗികളെ ചികിത്സിച്ച് പലപ്പോഴും കൊലക്ക് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതിനെതിരെ ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ച് കൃത്യമായ അന്വേഷണവും നടപടിയും വേണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയാണ് വേണ്ടത്. വ്യാജ ചികിത്സകർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവട്ടെ. അല്ലാതെ ഇതുപോലെയുള്ള ആളുകളെ മരിക്കാൻ ഇനിയും ഇതുപോലെ വിടാൻ കഴിയില്ലല്ലോ. പ്രതികരണം കാണാം. ഞങ്ങളെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറ്റ്യാടിയും അതുപോലെ പരിസര പ്രദേശങ്ങളൊക്കെ ഇവർ ചികിത്സ നടത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കോഴിക്കോടുള്ള ചികിത്സകരും പ്രോപ്പറായ ഡോക്യുമെൻറ്റോ ലൈസൻസോ ഇല്ലാതെയാണ് ചികിത്സ നടത്തുന്നത്. അപ്പോൾ അതിന് മേലധികാരികൾ അത് എങ്ങനെയാണ് നിർത്തലാക്കുവാനുള്ളതിൻ്റെ നടപടി എടുക്കണമെന്നാണ് നമ്മളിപ്പം മുഖ്യമായ ആവശ്യം. അതാണ്.